കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിലെ മീനമാസ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാന മഹായജ്ഞത്തിലേക്ക് പെരിഞ്ഞനം സേവാഭാരതിയുടെ കലവറ നിറയ്ക്കൽ ചടങ്ങ് പെരിഞ്ഞനം ഈസ്റ്റ് NSS ഹാളിൽ സംഘടിപ്പിച്ചു. നിരവധി ഭക്തരാണ് കലവറ നിറയ്ക്കൽ ചടങ്ങിലേക്ക് പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും സമർപ്പിച്ചത്. കൊടുങ്ങല്ലൂർ ഭരണി അന്നദാനം 29, 30, 31 തീയതികളിൽ കൊടുങ്ങല്ലൂർ ഭരണി നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് 100,000 പരം ആൾക്കാർക്ക് 3 നേരം 2 ദിവസം, ഒരു ദിവസം 2 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരു അന്നദാന യജ്ഞസമിതിയാണ് നടത്തുന്നത്. അപ്പോൾ അതിന് പെരിഞ്ഞനത്ത് നിന്ന് ഒരു കലവറ നടക്കൽ കുറേ വർഷങ്ങളായിട്ട് തുടരുന്നതാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് സേവാഭാരതിയും ജനനി സേവാസമിതിയുമാണ്. അപ്പോൾ അതിൻ്റെ സേവാഭാരതിയുടെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം ശിവദാസ്, വൈസ് പ്രസിഡൻറ്റ് ജോഷി, ഞാൻ മീഡിയ കോർഡിനേറ്ററാണ്. ഞങ്ങൾ ഒരു ടീമായിട്ട് കുറേ അധികം വർക്ക് ചെയ്ത് ഇവിടുത്തെ മാതൃസമിതിയിലത്തെ സ്ത്രീകളും ഒരു 10-20 സ്ത്രീകളും ഇതിൽ ഇൻവോൾവാണ്. ഞങ്ങൾ കുറേ ദിവസമായിട്ട് വർക്ക് ചെയ്ത് ഇവിടുന്ന് കലവറ നിറച്ച് കൊണ്ടുപോവാണ്. ഒരു 2 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളുണ്ട് അവിടെ എല്ലാം കൂടി ചേർത്തിട്ട് അത് അവിടെ എത്തിക്കും. അപ്പോൾ അവിടുത്തെ മൊത്തം ചിലവിൽ ഒരു 25% 10% ആവുള്ളൂ. പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു സമർപ്പണമാണ് ദേവിക്ക്, കൊടുങ്ങല്ലൂർ ദേവിക്ക് ഇവിടെ എല്ലാവരുടെയും സമർപ്പണം. എന്തെങ്കിലും പറയാനുള്ളത്? അളവ് ഞാൻ പറഞ്ഞു. 29 ചാക്ക് അരിയുണ്ട്, പിന്നെ ലൂസായിട്ട് കുറേ അരിയുണ്ട്, പലചരക്ക്, പച്ചക്കറി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അവിടെ കൊണ്ട് ഡെലിവറി ചെയ്യും. പിന്നെ നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസം ഇവിടുന്ന് 20 പരം ആൾക്കാരിൽ മഹിളകൾ വനിതാ അവരവിടെ പോയി ഫുൾ ഡേ അവിടെ അധ്വാനിക്കും. അതുപോലെ രാത്രി മറ്റുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ രാത്രി പോയി ഇവിടുന്ന് പെരിഞ്ഞനത്തുനിന്ന് അവരുടെ അന്നദാനത്തിന് നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. അത് സാമ്പത്തികമായിട്ടും സാധനങ്ങളായിട്ടും ഫിസിക്കലായിട്ടും ശാരീരികമായിട്ടും എല്ലാവരും ഉണ്ടാവും. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അവർ വിഷൻ ന്യൂസ്, തൃശ്ശൂർ.